ചിത്രശലഭങ്ങൾ. രംഗം 1. കാട്. മരങ്ങളും ചെടികളും ഇടതിങ്ങി വളർന്നു നിൽക്കുന്നതിനിടയ്ക്കുള്ള ചെറിയൊരു വെളിംപ്രദേശം. പല ദിക്കുകളിൽ നിന്ന് 5 മാലാഖമാർ കടന്നുവരുന്നു. ആരെയോ തേടി നടക്കുന്ന മട്ടാണ്. ഇടയ്ക്ക് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മറുവിളിയുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. രംഗത്തിന്റെ പിന്നറ്റത്ത് ചെറിയ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നതിനിടയിൽ പ്രതിമയായി നൃത്തത്തിന്റെ രീതിയിൽ നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടി. രംഗത്ത് വ്യാപരിക്കുന്നവർ ആരും ആദ്യം അത് ശ്രദ്ധിക്കുന്നില്ല. മാലാഖ 1. എങ്ങും കാണുന്നില്ലല്ലോ, എവിടെയെല്ലാം തേടി? ഒരിടത്തുമില്ല. മാലാഖ 2. കാട്ടുപൂഞ്ചോലക്കരയിൽ. മാലാഖ 3. തേക്കുകാടുകളിൽ. മാലാഖ 4. പുൽമേടിൻ പള്ളത്തിൽ. മാലാഖ 5. പകൽവെട്ടം വീഴാത്ത തമാല വനങ്ങളിൽ. മാലാഖ 1. ഇരുണ്ട ഗുഹാന്തരങ്ങളിൽ. മാലാഖ 3. ഇവിടെയും അവിടെയും എല്ലായിടവും തേടി. എല്ലാവരും ഒപ്പം. എങ്ങും 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 ഇല്ല. അവർ കൂട്ടം കൂടി പരസ്പരം നോക്കി തലകൾ നീട്ടി ഉത്തരം തിരക്കുന്ന മട്ടിൽ. മാലാഖ 1. ഇനി എന്താ ചെയ്യുക? വളരെ ദൂരെയല്ലാതെ ഒരു സിംഹത്തിന്റെ ഗർജനം. മാലാഖമാർ ഞെട്ടിത്തിരിയുന്നു. മാലാഖ 5. മൃഗരാജ ഗർജനം. മാലാഖ 3. എനിക്ക് പേടിയാകുന്നു. മാലാഖ 1. ഒരു പക്ഷേ. മറ്റെല്ലാവരും എന്താണെന്നാണ്? മാലാഖ 1. കൊന്നു തിന്നിരിക്കുമോ? മാലാഖ 2. ഭയത്തോടെ. ആര്? മറുപടിയായി വീണ്ടും ഗർജനം. മാലാഖ 4. നാം ഇവിടെ വരേണ്ടിയിരുന്നില്ല. മാലാഖ 1. അവളെ കൂടാതെ തിരിച്ചു പോകാനോ? മാലാഖ 2. അയ്യോ, അത് പാടില്ല. മാലാഖ 4. നമ്മെ വിട്ട് എന്തിനവൾ? മാലാഖ 3. ഒളിച്ചു കളിക്കുകയായിരുന്നില്ലേ? മാലാഖ 4. അതിന് ഈ പെരുങ്കാട്ടിനകത്ത് വന്നു വേണമോ ഒളിക്കാൻ? മാലാഖ 1. നമുക്ക് വീണ്ടും നോക്കാം. മാലാഖ 3. എല്ലാവരും ചേർന്ന് ഒന്ന് വിളിച്ചു നോക്കാം. എന്താ? മാലാഖ 4. ശരി. എല്ലാവരും ചേർന്ന് വളരെ ദൂരെ കേൾക്കാൻ തക്ക വിധത്തിൽ തോഴി, തോഴി, തോഴി. ആ വാക്കുകൾ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ച് കേൾക്കുക മാത്രം ചെയ്യുന്നു. മാലാഖമാർ നിരാശരായി. മാലാഖ 5. ഇനി എന്തു ചെയ്യും? ഒരു ചിത്രശലഭം, ആ ചിറകുകളും വേഷവും അണിഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടി നൃത്തത്തിന് അനുയോജ്യമായ ചലനങ്ങളോടെ അവരുടെ ഇടയിലൂടെ പ്രവേശിക്കുന്നു. മാലാഖ 1. ആ, അതാ ഒരു ശലഭം. മാലാഖ 3. ഹാ, എത്ര നല്ല നിറം. മാലാഖ 2. മനോഹരം. മാലാഖ 5. ഭംഗിയുള്ള ശലഭം. മാലാഖ 4. നമുക്കതിനെ പിടിക്കാം. മാലാഖമാർ ശലഭത്തെ പിടിക്കാൻ ശ്രമിക്കുന്നു. അതവരിൽ നിന്നും തെന്നി മാറുന്നു. അവരുടെ മൊത്തം ചലനങ്ങൾ ഒരു നൃത്തത്തിന്റെ മനോഹാരിത കൈക്കൊള്ളുന്നു. ശലഭം പറന്നു മറയുന്നു. മാലാഖമാർ നിരാശരായി നിൽക്കുന്നു. മാലാഖ 2. പോയി, പറന്നേ പോയി. മാലാഖ 1. വന്ന കാര്യം മറന്ന് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി, അതാ കിട്ടാതെ വന്നത്. മാലാഖ 3. നിറം കണ്ട് നമ്മളും ഭ്രമിച്ചു പോയി. മാലാഖ 5. ദീർഘനിശ്വാസത്തോടെ. കഷ്ടമായി. മാലാഖ 4. നമുക്ക് വീണ്ടും തിരയാം. അവർ രംഗത്താകെ വീണ്ടും വ്യാപരിക്കുന്നു. തോഴി എന്നു നീട്ടി വിളിക്കുന്നുണ്ട്. മാലാഖ 4 രംഗത്തിന്റെ പിന്നിൽ നിൽക്കുന്ന പ്രതിമയെ കാണുന്നു. ഉറക്കെ ഒരാഹ്ലാദ ശബ്ദം പുറപ്പെടുവിക്കുന്നു. മാലാഖ 4. ഇതാ അവൾ, കള്ളി, നമ്മെ പറ്റിക്കാൻ കയറി മറഞ്ഞു നിൽക്കുകയാണ്. മറ്റുള്ളവർ ഓടിയെടുക്കുന്നു. അവർ എവിടെ, എവിടെ, എവിടെ? എല്ലാവരും ആ പ്രതിമയെ ചുറ്റുമുള്ള കുറ്റിച്ചെടികൾ പിഴുതും മെതിച്ചും മാറ്റിയിട്ട് നോക്കിക്കാണുന്നു. പല വിധത്തിൽ ഒരേ സമയം അവരെല്ലാം സംസാരിക്കുന്നതിൻ്റെ കലപില ശബ്ദം. മാലാഖ 1. പറ്റിക്കാൻ പതുങ്ങി നിന്നതാ. മാലാഖ 2. കള്ളി. മാലാഖ 3. നമ്മെ എത്ര ചുറ്റിച്ചു. മാലാഖ 5. ഇറങ്ങി വാ തോഴി. പ്രതിമയ്ക്ക് ചലനമില്ല. മാലാഖ 4. കുറെ കൂടി അടുത്തേക്ക് ചെന്ന് കയ്യിൽ കയറി പിടിക്കുന്നു. ചലനമില്ലെന്നറിയുന്നു. പെട്ടെന്ന് പരിഭ്രമിച്ച് പിന്നോക്കം ചാടുന്നു. മാലാഖമാർ ഒപ്പം. എന്താ, എന്താ? മാലാഖ 4. അവിശ്വാസത്തിന്റെ ശബ്ദത്തിൽ പ്രതിമയെ തന്നെ നോക്കിക്കൊണ്ട്. അതവൾ കല്ലുപോലെ. മാലാഖ 1. എന്താണ്? പ്രതിമയെ സമീപിച്ച് ശരീരത്തിൽ സ്പർശിക്കുന്നു. മാലാഖ 4 പോലെ തന്നെയുള്ള പ്രതികരണം. അയ്യോ, കല്ലിൽ തൊട്ടതുപോലെ. ഇത് നമ്മുടെ തോഴിയല്ല. മറ്റുള്ളവർ. എന്ത്? മാലാഖ 1. ഇത് ശില, ശരീരമല്ല. മാലാഖ 2. നമ്മുടെ തോഴി. മാലാഖ 1. ഇത് അവളല്ല. മാലാഖ 5. ആര് പറഞ്ഞു? അതേ മുഖം, അതേ വേഷം. മാലാഖ 1. പക്ഷേ ശരീരം. മാലാഖ 3. വീണ്ടും സംശയം തീരാൻ ശരീരത്തിൽ സ്പർശിച്ച്. കല്ലു പ്രതിമയോ? മാലാഖ 5. നമ്മുടെ തോഴി എങ്ങനെ പ്രതിമയായി? മാലാഖമാർ ആ പ്രതിമയ്ക്ക് ചുറ്റും കൂടി നിൽക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം.
ചിലർ സംശയം തീരാഞ്ഞ് പ്രതിമയുടെ പല ഭാഗത്തും സ്പർശിച്ചു നോക്കുന്നുണ്ട്. മാലാഖ 4 ഇതെങ്ങനെ പറ്റി? മാലാഖ 1 നമ്മൾ എങ്ങനെ പോകും തോഴിയെ കൂടാതെ? മാലാഖ 3 അയ്യോ എനിക്ക് ഭയമാകുന്നു. മാലാഖ 1 ഈ കാട്ടിൽ വരണ്ടായിരുന്നു. മാലാഖ 3 നശിച്ച കാട്. മാലാഖ 4 ആരാനും പറ്റിച്ച പണിയാവും. എല്ലാവരും എന്താണിനി മാർഗം? അകലെ നിന്നും വൃദ്ധ നീട്ടിച്ചൊല്ലുന്ന ഈ വരികൾ കേൾക്കുന്നു. തെച്ചിമലമേല് പോകാതെ പെണ്ണെ തീകോരി ചൊരുകിറ പൂതമുണ്ടേ, അത്തിമലമേലും പോകാതെ പെണ്ണെ ആയിരവല്ലി കുടിയിരിപ്പൊണ്ടേ. വൃദ്ധ പ്രവേശിക്കുന്നു. പടുവൃദ്ധ, ചുക്കിച്ചുളിഞ്ഞ ശരീരം, മുതുകു കൂനിക്കൂടി നടക്കുന്നു. മാലാഖ 1 ആ വൃദ്ധയോട് ചോദിക്കാം. മാലാഖ 2 എന്തു ചോദിക്കാൻ? ഭ്രാന്തി. മാലാഖ 1 ഏതായാലും ചോദിച്ചു നോക്കാം വരീൻ തോഴിമാരെ. മാലാഖമാർ രംഗപുരോഭാഗത്ത് പ്രവേശിച്ചിട്ടുള്ള വൃദ്ധയുടെ ചുറ്റും കൂടുന്നു. മാലാഖ 4 മുത്തശ്ശി, ഹേയ് മുത്തശ്ശി. വൃദ്ധ പാടുപെട്ട് തല ഉയർത്തി ആരാ? മാലാഖ 1 ഞങ്ങളെ കാണുന്നില്ലേ? വൃദ്ധ കണ്ണും പടുതിയും കാണാൻ വയ്യ, അതാ. മാലാഖ 2 സൂക്ഷിച്ചു നോക്കൂ, മുത്തശ്ശിക്ക് മനസ്സിലാകുന്നില്ലേ? മുത്തശ്ശി പ്രയാസപ്പെട്ട് നോക്കി ചിരിക്കുന്നു. മാലാഖ 5 മനസ്സിലായോ? വൃദ്ധ കിനാവിലെന്നോ കണ്ട മുഖങ്ങൾ. പിറക്കാത്ത എൻ്റെ മക്കളെപ്പറ്റി മൂവന്തിക്ക് കിനാവും കണ്ടിരുന്നപ്പോ. മുത്തശ്ശിയുടെ ശബ്ദത്തിൽ ദുഃഖത്തിൻ്റെ നനവ്. ഓർമ്മ വരുന്നുണ്ട് മക്കളെ നിങ്ങളെല്ലാം. മാലാഖ 3 ഞങ്ങളൊരു കൂട്ടുകാരിയെ തേടി വന്നതാ. വൃദ്ധ കൂട്ടുകാരി. മാലാഖ 1 മുത്തശ്ശിക്ക് അറിയാമോ അവളെ? വൃദ്ധ നിങ്ങളെപ്പോലെ തന്നെയാണോ? മാലാഖ 2 അതെ. വൃദ്ധ നല്ല നക്ഷത്രക്കണ്ണും തുടുത്ത മുഖവും. മാലാഖ 1 അതെ അതെ. മാലാഖ 4 പതുക്കെ മുത്തശ്ശിക്ക് എന്തൊക്കെ അറിയാം? മാലാഖ 3 പറയൂ, മുത്തശ്ശി കണ്ടോ? വൃദ്ധ ചിരിച്ച് കണ്ടോന്നോ? കണ്ടു, മനന്നറിഞ്ഞില്ലേ? മാലാഖ 1 എന്നിട്ട്? വൃദ്ധ ദേ ഈ ചുക്കിച്ചുളിഞ്ഞ കൈകൊണ്ട്. മാലാഖ 2 കൈകൊണ്ട്? വൃദ്ധ പൂണ്ടടങ്ങി കെട്ടിപ്പിടിച്ചില്ലേ? മാലാഖ 1 ഉദ്വേഗത്തോടെ എന്നിട്ട്? വൃദ്ധ എൻ്റെ മോള് പൂങ്കുല പോലെ നിന്ന് വിറച്ചില്ലേ? മാലാഖ 4 എന്തിന്? വൃദ്ധ പേടി. എൻ്റെ മോള് പേടിച്ചു പോയി. മാലാഖ 5 മുത്തശ്ശിയെ കണ്ടു പേടിച്ചു. എന്നിട്ട്? വൃദ്ധ എന്നെ കണ്ട് എന്തിനാ പേടിക്കണത്? മാലാഖ 1 പിന്നെ? വൃദ്ധ ഈ കാട് ഏതെന്നറിയാമോ? മാലാഖ 5 ഇല്ല. വൃദ്ധ ഹതാ ഇത് ഒടങ്കല്ലി മൂലയാ. കാടിൻ്റെ ഒത്ത മദ്യം. ഇവിടെ സിംഹവും കരടിയും കടുവയും എല്ലാം. വീണ്ടും സിംഹത്തിൻ്റെ മുരൾച്ച. കേട്ടോ? കേട്ടില്ലേ? മാലാഖ 1 ഞങ്ങളുടെ തോഴിക്ക് എന്തുപറ്റി മുത്തശ്ശി? അത് പറയൂ. വൃദ്ധ അതല്ലയോ പറഞ്ഞോണ്ട് വരണത്. പേടിച്ചപ്പം ഞാൻ മാലാഖ 4 പറയൂ. വൃദ്ധ ഞാനവളെ കല്ലാക്കി, പ്രതിമയാക്കി. ഇവിടെ എവിടെയോ ഉണ്ട്, അതാ വീണ്ടും. മാലാഖമാർ കോപത്തോടെ മുത്തശ്ശിയെ പൊതിയുന്നു. മാലാഖ 4 അപ്പോൾ നീയാണാ ദുർദേവത? മാലാഖ 1 ഞങ്ങളുടെ തോഴിയെ നീ കൊന്നു. മാലാഖ 2 വിടില്ല നിന്നെ ഞങ്ങൾ. വൃദ്ധ ഇതിനിടയിൽ പ്രയാസത്തോടും തിടുക്കത്തോടും പറയുന്നു അയ്യോ ഞാന്. മാലാഖ 3 ഒന്നും പറയണ്ട, ഞങ്ങൾ നിന്നെ ശിക്ഷിക്കും. വൃദ്ധ ഉപകാരം ചെയ്തതിന് ശിക്ഷയോ? മാലാഖ 1 ഉപകാരമോ? പ്രതിമയെ ചൂണ്ടി ഇതോ? വൃദ്ധ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ കാണത്തില്ല, സിംഹത്തിൻ്റെ വായിലായേനെ. അതുകൊണ്ട് ഞാനവളെ ശിലയാക്കി. ശലഭത്തെ തേടി വന്ന് സിംഹത്തിൻ്റെ വായ്ക്കകത്ത് പെട്ട. മാലാഖ 2 ഞങ്ങളുടെ തോഴിയെ ഞങ്ങൾക്ക് തരൂ. മാലാഖ 4 ശിലയായതിനു ശേഷമോ നമുക്കീ വൃദ്ധയെ കൊല്ലാം. വൃദ്ധ അയ്യോ എന്നെ വിടൂ, ഞാൻ. മാലാഖ 5 വിടാം, ഞങ്ങളുടെ തോഴിയെ ജീവിപ്പിച്ചാൽ. വൃദ്ധ അതിനെന്താ? മാലാഖ 1 സന്തോഷത്തോടെ ജീവിപ്പിക്കുമോ? മാലാഖ 2 എനിക്ക് തോന്നുന്നില്ല. വൃദ്ധ പക്ഷേ ഒരു കാര്യം. മാലാഖ 5 എന്താ? വൃദ്ധ നിങ്ങളിവിടെ എന്തിനാ വന്നത്? മാലാഖ 2 ശലഭത്തെ തേടി. വൃദ്ധ അതാ നിങ്ങളും തോഴിയും ചെയ്തത്. ഉടൻ പോണം, ഇനി ഇവിടെ വരരുത്. മാലാഖ 1 കാരണം? വൃദ്ധ നിങ്ങൾ കാണുന്നത് ശലഭം മാത്രം. എന്നാൽ ഇവിടെ സിംഹവും കരടിയും പാമ്പും എല്ലാം ഉണ്ട്. അതൊന്നും മക്കൾ കണ്ടിട്ടില്ല, കാണാതെയും ഇരിക്കട്ടെ. വീണ്ടും ചിത്രശലഭം പ്രവേശിക്കുന്നു. അവരുടെ ഇടയിൽ പാറിക്കളിക്കുന്നു. അതിനോട് പ്രത്യേകിച്ചൊരു പ്രതിപത്തി മാലാഖമാരിൽ
പ്രത്യക്ഷം. മാലാഖ 2 അതാ ശലഭം വീണ്ടും. വൃദ്ധ അതിൻ്റെ പാട്ടിന് പൊയ്ക്കൊള്ളട്ടെ. ചിത്രശലഭം അല്പം കൂടി പാറിക്കളിച്ച് മറയുന്നു. മാലാഖ 1 എന്താ അതിനെ പിടിച്ചാൽ? വൃദ്ധ നിങ്ങളെ കൂടി ഞാൻ പ്രതിമയാക്കട്ടെ. മാലാഖ 3 അയ്യോ വേണ്ട. വൃദ്ധ എന്താ പ്രതിമയാക്കിയാൽ? വേണ്ട അല്ലേ? അതുപോലെ തന്നെയാ അതിനെയും പിടിക്കേണ്ട എന്ന് പറഞ്ഞത്. നിങ്ങളും പാറിക്കളിക്കാനുള്ളവരാ. പിടിച്ചടച്ച കൂമ്പടഞ്ഞു പോകും. സിംഹത്തിൻ്റെ വായ്ക്ക് ഇരയായി പോകും. മാലാഖ 4 എന്തൊക്കെയാ ഈ പറയുന്നത്? വൃദ്ധ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുതെന്ന്, ദുഷ്ടജന്തുക്കളുടെ വായ്ക്കകത്ത് അകപ്പെടരുതെന്ന്. സിംഹത്തിൻ്റെ മുരൾച്ച. വൃദ്ധ കേട്ടില്ലേ? ഇങ്ങോട്ട് വരവുണ്ടെന്നാ തോന്നുന്നത്. മാലാഖമാരിൽ ഭയം. സിംഹത്തിൻ്റെ മുരൾച്ച അടുത്തടുത്തു വരുന്നു. അവർ പലയിടത്തേക്കും രക്ഷയ്ക്ക് വേണ്ടി പാഞ്ഞോടാനായിരുന്നു. വൃദ്ധ കൂനു നിവർന്ന് പുതിയ ഗാംഭീര്യത്തോടെ തന്നെ നിങ്ങൾ എവിടെ പോകുന്നു? എങ്ങോട്ടോടിയാലും അതിൻ്റെ വായിൽ തന്നെ ചാടും. മാലാഖമാർ നിന്ന നിലയിൽ തന്നെ സ്തംഭിക്കുന്നു. വൃദ്ധ പേടി വരുന്നു ഇല്ലേ? ശലഭത്തിൻ്റെ പിന്നാലെ ഓടിയപ്പോൾ എല്ലാം മറന്നു. കയ്യിലുള്ള വടി ഉയർത്തി മാന്ത്രികമായി വീശി മന്ത്രസ്വരത്തിൽ എന്തോ ഉരുവിടുന്നു. മാലാഖമാർ അവരവർ നിന്ന നിലകളിൽ പ്രതിമകളെ പോലെയായി. മുരൾച്ചയോടുകൂടി സിംഹം പ്രവേശിക്കുന്നു. ഓരോ പ്രതിമയുടെ മുന്നിലും ചെന്ന് മണക്കുന്നു. മുരണ്ടുകൊണ്ട് സിംഹം അപ്രത്യക്ഷമാകുന്നു. വൃദ്ധയുടെ സാന്നിധ്യമേ സിംഹം അറിയുന്നില്ല. വൃദ്ധ നേരിയ ഒരു മന്ദഹാസത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. സിംഹം പോയിക്കഴിഞ്ഞ ശേഷം വൃദ്ധ മന്ദഹാസത്തോടെ തന്നെ ഓരോ പ്രതിമയെയും സമീപിച്ച് തഴുകുന്നു. അവരെല്ലാം ജീവൻ വയ്ക്കുന്നു. ജീവൻ വെച്ചവർ മറ്റുള്ളവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. മാലാഖമാർ ആദ്യത്തെ പ്രതിമയുൾപ്പെടെ സന്തോഷത്തോടെ വൃദ്ധയ്ക്ക് ചുറ്റും വരുന്നു. വൃദ്ധ ഇപ്പോ മനസ്സിലായോ? ഞാൻ രക്ഷിക്കാൻ മാത്രം വന്നവളാ. മാലാഖമാർ മാപ്പ് മുത്തശ്ശി മാപ്പ്. വൃദ്ധ പോകിൻ. ഈ ഒടങ്കല്ലി മൂലയിൽ കാടിൻ്റെ ഗർഭത്തിൽ ഒരിക്കലും കടന്നു വരാതിരിക്കിൻ. ഒരു ശലഭവും നിങ്ങളെ ഇവിടേക്ക് നയിക്കാതിരിക്കട്ടെ. പോകിൻ പോകിൻ പോകിൻ. മുത്തശ്ശി രംഗത്തിൻ്റെ പിൻഭാഗം ലക്ഷ്യമാക്കി നടക്കുന്നു. മാലാഖമാർ കൂട്ടമായി പുറത്തേക്ക് കടക്കാൻ ആയുന്നു. കൂട്ടത്തിൽ മാലാഖ 1 പെട്ടെന്ന് ഓർത്തതുപോലെ തെന്നിമാറി മുത്തശ്ശിയുടെ പിന്നാലെ നടന്നു വിളിക്കുന്നു. മാലാഖ 1 മുത്തശ്ശി. മുത്തശ്ശി തിരിഞ്ഞു നിൽക്കുന്നു. മാലാഖ 1 മുത്തശ്ശി 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 ആരാണ്? സിംഹത്തെയും പുലിയെയും ഒന്നും പേടിയില്ലാത്ത മുത്തശ്ശി ആര്? മുത്തശ്ശി നിവർന്ന് ഗംഭീരമായ ഭാവത്തിലും ശബ്ദത്തിലും മാലാഖമാരെ ഒട്ടാകെ നോക്കി. ഞാൻ പ്രകൃതി. അതേ കുഞ്ഞെ, ഞാൻ ഈ കാട്, നിങ്ങളുടെ അമ്മ. പെട്ടെന്ന് തിരിയുന്നു. കാടിനകത്തുനിന്ന് അനേകം കിളികളുടെ മധുരവും സംഗീതാത്മകവുമായ കൂജനങ്ങൾ ഒന്നിച്ചുയരുന്നു. മാലാഖമാർ പകച്ചു നിൽക്കുന്നു. കർട്ടൻ. പ്ലാവില തൊപ്പികൾ. ജി ശങ്കരപ്പിള്ള. ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞ ഈ പാഠഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ? അപ്പോൾ ഞാൻ വായിച്ചത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു നാടകമാണ്. അപ്പോൾ അതിൽ 5 മാലാഖമാരും ഒരു മുത്തശ്ശിയും പിന്നെ ചിത്രശലഭങ്ങൾ, അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു നാടകം നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൽ ആരൊക്കെ വേണം? നടീനടന്മാർ വേണം അല്ലേ? പിന്നെയോ വേഷവിധാനം വേണം. പിന്നെ രംഗ സജ്ജീകരണങ്ങളൊക്കെ വേണം. അതിപ്പോൾ ഒരു കാടിൻ്റെ അന്തരീക്ഷമാണെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? ഒരു കാടാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ എവിടെ വേണോ? നമുക്ക് ഈ സ്റ്റേജിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ക്ലാസ്സിൽ ഇത് നാടകമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ കുറേ കൂട്ടുകാരാരൊക്കെയായിട്ട് അഭിനയിക്കേണ്ടി വരും. മാലാഖമാരായും അതുപോലെ മുത്തശ്ശിയായും ഒക്കെ അല്ലേ? വനവും പിന്നെ അതുപോലെ ചിത്രശലഭങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു നാടകമാണ് ഇത് ചിത്രശലഭങ്ങൾ. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചതൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.